ഹലോ നമസ്കാരം, വെൽക്കം ടു ഫൺ സീറ്റ്സ്. മീ ജൂലിയ. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് പുതിയൊരു ടെസ്റ്റ്നെറ്റ് എയർ ഡ്രോപ്പ് വീഡിയോ ആയിട്ടാണ്. ബൊട്ടാനിക്സ് ലാബ്സ് എന്താണെന്ന് പറയുന്നതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ. നമ്മൾ വീഡിയോസ് ഇട്ട് കുറച്ച് ദിവസമായി. അതിന് കാരണം മറ്റൊന്നുമല്ല ഗൈസ്, നമ്മുടെ എഡിറ്റർ ഒന്ന് പണി മുടക്കിയിരിക്കുമായിരുന്നു. അപ്പം കുറച്ച് ടെക്നിക്കൽ ഇഷ്യൂസ് കാരണം അത് വർക്ക് ചെയ്യുന്നില്ലായിരുന്നു. അപ്പോൾ നിങ്ങളെല്ലാവരും നമ്മളോട് ക്ഷമിക്കുക. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ബൊട്ടാനിക്സ് ലാബ്സ് ആണ്. ബൊട്ടാനിക്സ് ലാബ്സ് എന്ന് പറയുന്നത് ബിറ്റ്കോയിനിലെ ഒരു ഫുള്ളി ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ലെയർ 2 സൊല്യൂഷനാണ്. ഇവർ ഓൾറെഡി 11.5 മില്യൺ ഫണ്ട് റേസ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ പോളിച്ചെയിൻ ക്യാപിറ്റൽ, പ്ലേസ് ഹോൾഡേഴ്സ്, നെക്സ്റ്റ് ജെൻ പോലുള്ള നല്ല നല്ല ഇൻവെസ്റ്റേഴ്സ് ആണ് ഇവർക്കുള്ളത്. അപ്പോൾ ഇവരുടെ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ അവരുടെ ഡോക്സിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാൻ വേണ്ടിയൊക്കെ ചെക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഒട്ടും താമസിപ്പിക്കാൻ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള ലിങ്ക് വഴി എയർ ഡ്രോപ്പ് സൈറ്റിലേക്ക് കയറുക. അപ്പോൾ നിങ്ങൾ ഇങ്ങനൊരു ഇൻ്റർഫേസിലായിരിക്കും വരിക. ഇവിടെ താഴേക്ക് വരുമ്പോഴത്തേക്കും നിങ്ങൾക്ക് കുറേ സ്റ്റെപ്സ് കാണാനായിട്ട് സാധിക്കും. ഈ സ്റ്റെപ്സ് എല്ലാം തന്നെ 1 by 1 ആയിട്ട് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് വാലറ്റ് സെറ്റപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ പ്രിപ്പയർ യുവർ സെൽഫ് എന്നുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് ഇങ്ങനെ ആയിരിക്കും വരിക. താഴേക്ക് വരുമ്പോഴത്തേക്കും ബൊട്ടാനിക്സ് ബ്രിഡ്ജ് എന്നുള്ളൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാം. ബ്രിഡ്ജ് കൊടുക്കുക. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് വാലറ്റ് കണക്ട് ചെയ്യാനായിട്ട് ചോദിക്കും. ആസ് യൂഷ്വൽ മെറ്റാമാസ്ക് യൂസ് ചെയ്ത് തന്നെ നിങ്ങൾ നിങ്ങളുടെ വാലറ്റ് കണക്ട് ചെയ്യുക. അപ്പോൾ ഇവിടെ സൈൻ ഇൻ വിത്ത് യുവർ വാലറ്റ് എന്നുള്ള ഓപ്ഷൻ കാണാം. അപ്പോൾ സൈൻ ഇൻ കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് മെറ്റാമാസ്ക് ഒരു കൺഫർമേഷൻ വരും. കൺഫർമേഷനും കൊടുക്കുക. ഓക്കെ. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒരു പേജിലേക്ക് വരും കൺഫർമേഷൻ കൊടുത്തതിന് ശേഷം. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഡിപ്പോസിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. നിങ്ങൾ ആദ്യം ഇവിടെ നിങ്ങളുടെ ഡിപ്പോസിറ്റ് അഡ്രസ്സ് കോപ്പി ചെയ്യുക. കോപ്പി ചെയ്തതിന് ശേഷം നമ്മൾ തിരിച്ച് ടെസ്റ്റ്നെറ്റ് സൈറ്റിലേക്ക് പോവുകയാണ്. ഇവിടെ ബൊട്ടാനിക്സ് ബ്രിഡ്ജ് എന്നുള്ള ഓപ്ഷന് തൊട്ടടുത്തായിട്ട് തന്നെ മ്യൂട്ടിനി നെറ്റ് ഫോസറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. മ്യൂട്ടിനി നെറ്റ് ഫോസറ്റ് കൊടുക്കുക. ഇങ്ങനെ ഒരു എറർ ആയിരിക്കും നിങ്ങൾക്ക് കാണിക്കുക. ഇപ്പോൾ ഇങ്ങനെ എറർ വരുവാണെങ്കിൽ നിങ്ങൾ ഇവിടെ ഇങ്ങനെ ഈ ഒരു സൈറ്റിൻ്റെ ലിങ്കിൻ്റെ അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് എൻട്രി കൊടുത്തിരുന്നാൽ മാത്രം മതി. ആ ഒരു എറർ മാറുന്നതായിരിക്കും. ആൻഡ് ഇവിടെ നിങ്ങൾക്ക് ലോഗിൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. ലോഗിൻ വിത്ത് ഗിറ്റ്ഹബ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. ഗിറ്റ്ഹബ് യൂസ് ചെയ്ത് തന്നെ നിങ്ങൾ ലോഗിൻ ചെയ്യുക. ഓക്കെ. അപ്പോൾ ഇവിടെ നിങ്ങൾ മ്യൂട്ടിനിക്കകത്ത് നിങ്ങളുടെ എമൗണ്ട് നിങ്ങൾ കൊടുക്കണം. ഇവിടെ എമൗണ്ട് കൊടുക്കാൻ 1 മില്യൺ കൊടുക്കുക. ദെൻ ഡെസ്റ്റിനേഷൻ എന്നുള്ള ബോക്സിൽ നിങ്ങൾ നേരത്തെ കോപ്പി ചെയ്ത് ഡിപ്പോസിറ്റ് അഡ്രസ്സ് ഇവിടെ പേസ്റ്റ് ചെയ്യണം. ദെൻ മേക്ക് ഇറ്റ് റെയിൻ എന്ന ഓപ്ഷൻ കൊടുക്കുക. ദെൻ വ്യൂ ഓൺ mempools.space എന്നുള്ളൊരു ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും ഇങ്ങനൊരു പേജിലേക്കായിരിക്കും നമ്മൾ വരിക. അപ്പോൾ ഇവിടെ നമുക്ക് ആ ഒരു ട്രാൻസാക്ഷൻ ID കാണാനായിട്ട് സാധിക്കും. ട്രാൻസാക്ഷൻ ID നിങ്ങൾ കോപ്പി ചെയ്യുക. ദെൻ നമ്മുടെ ബ്രിഡ്ജിൻ്റെ പേജിലേക്ക് വന്നിട്ട് രജിസ്റ്റർ ട്രാൻസാക്ഷൻ ID എന്നുള്ള ബോക്സിൽ നിങ്ങൾ ആ ഒരു ട്രാൻസാക്ഷൻ ID പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. ദെൻ രജിസ്റ്റർ കൊടുക്കുക. ഓക്കെ. അപ്പോൾ രജിസ്റ്റർ ആയിട്ടുണ്ട്. അപ്പോൾ താഴേക്ക് വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അവിടെ ക്ലെയിം വന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങളത് ക്ലെയിം ചെയ്യുക. ഓക്കെ. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്വാപ്പ് ടോക്കൺസ് ആണ്. ടോക്കൺസ് സ്വാപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആ ഒരു സെക്കൻഡ് സ്റ്റെപ്പിലേക്ക് നോക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അവിടെ bitsy.app എന്നുള്ളൊരു സൈറ്റ് കാണാനായിട്ട് സാധിക്കും. ആ ഒരു സൈറ്റ് ഓപ്പൺ ചെയ്യുക. അപ്പോൾ നമുക്ക് ടോക്കൺസ് സ്വാപ്പ് ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരിക്കും. ഇനി നിങ്ങൾ സൈറ്റ് കണ്ടില്ല എന്നുണ്ടെങ്കിൽ സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. നിങ്ങൾ അതുവഴി കയറി ഇരുന്നാലും മതി. അപ്പോൾ സൈറ്റ് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഇവിടെ വാലറ്റ് കണക്ട് ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കണക്ട് വാലറ്റ് കൊടുത്ത് മെറ്റാമാസ്ക് യൂസ് ചെയ്ത് തന്നെ നിങ്ങൾ വാലറ്റ് കണക്ട് ചെയ്യുക. ദെൻ ഇവിടെ നമുക്ക് സ്വാപ്പ് ചെയ്യണം. സ്വാപ്പ് ചെയ്യാനായിട്ട് BTC നിന്ന് USDT നമ്മൾ സ്വാപ്പ് ചെയ്യേണ്ടത്. അപ്പം BTCയുടെ അവിടെ നിങ്ങളൊരു എമൗണ്ട് കൊടുക്കുക. BTC ബാലൻസ് അനുസരിച്ച് തന്നെ നിങ്ങളൊരു എമൗണ്ട് കൊടുക്കുക. ഞാനിവിടെ 0.0001 ആണ് കൊടുക്കുന്നത്. ഓക്കെ. അപ്പോൾ സ്വാപ്പ് കൊടുക്കുക. സ്വാപ്പ് കൊടുക്കുമ്പോഴത്തേക്കും വാലറ്റിൽ കൺഫർമേഷൻ വരും. കൺഫർമേഷൻ കൊടുക്കുക. ദെൻ സ്വാപ്പ് ചെയ്യുക. ഓക്കെ. അപ്പോൾ അടുത്ത് നമുക്ക് കുറച്ച് സ്റ്റേബിൾ കോയിൻസ് മിൻറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനായിട്ട് അവിടെ സ്റ്റെപ്പ് 3യുടെ അവിടെ palladiumlabs.org എന്നുള്ള സൈറ്റ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ആ ഒരു സൈറ്റ് നിങ്ങൾ ഓപ്പൺ ചെയ്യുക. എല്ലാ സൈറ്റിൻ്റെയും ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. ഓക്കെ. അപ്പം സൈറ്റ് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്കും ഇങ്ങനെ ഒരു ഇൻ്റർഫേസിലേക്ക് നിങ്ങൾ വരിക. അപ്പോൾ ഇവിടെ നിങ്ങൾ നിങ്ങളുടെ വാലറ്റ് കണക്ട് ചെയ്യണം. ദെൻ ഇവരുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ്, ടേംസ് ഓഫ് സർവീസ് കാണിക്കുന്നുണ്ട്. അതെല്ലാം കൂടെ ജസ്റ്റ് ഒന്ന് സ്ക്രോൾ ചെയ്തിട്ട് ഐ ഹാവ് റീഡ് എന്നുള്ള ഓപ്ഷൻ്റെ അവിടെ ടിക്ക് ചെയ്ത് അക്സെപ്റ്റ് ചെയ്യുക. ഇനി ഇവിടെ മുകളിലായിട്ട് റൈറ്റ് സൈഡിൽ നിങ്ങൾക്ക് ഗെറ്റ് മോക്ക് WBTC എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. അപ്പോൾ ആ ഒരു ഓപ്ഷൻ കൊടുക്കുക. അപ്പോഴത്തേക്കും നിങ്ങൾക്ക് വാലറ്റിൽ കൺഫർമേഷൻ വരും. ആ ഒരു കൺഫർമേഷനും കൂടെ നിങ്ങൾ കൊടുക്കുക. ഓക്കെ.
ഇനി നിങ്ങൾക്ക് ലെഫ്റ്റ് സൈഡിലായിട്ട് കുറച്ച് ഓപ്ഷൻസ് കാണാനായിട്ട് സാധിക്കും. അതിൽ മിൻറ്റ് PUSD എന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാം. അപ്പോൾ മിൻറ്റ് ചെയ്യാനായിട്ട് ആ ഒരു ഓപ്ഷൻ നിങ്ങൾ എടുക്കുക. മിൻറ്റ് PUSD എടുക്കുമ്പോഴത്തേക്കും ഇങ്ങനെയായിരിക്കും വരിക. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് WBTCയിൽ ഒരു എമൗണ്ട് നിങ്ങൾ കൊടുക്കേണ്ടതായിട്ടുണ്ട്. സോ അതിന് താഴെ നമുക്ക് പെർസെൻറ്റേജ് ഉണ്ട്. 25% ആണോ കൊടുക്കേണ്ടത് മിൻറ്റ് ചെയ്യാൻ, 50% ആണോ എന്നുള്ള ഒരു രീതിയിൽ ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ 25% കൊടുത്തിട്ടാണ് മിൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ 25% കൊടുത്തിട്ടുണ്ട്. ദെൻ അപ്രൂവ് കൊടുക്കുക. അപ്പം മെറ്റാമാസ്കിൽ കൺഫർമേഷൻ വരും. കൺഫർമേഷൻ കൊടുക്കുക. ദെൻ മിൻറ്റ് ചെയ്യുക. ഓക്കെ. അപ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ BTC വെച്ചിട്ട് നമുക്ക് മിൻറ്റും ബോറോയും ലെൻഡും ഒക്കെ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ 4th സ്റ്റെപ്പ് അതാണ്. സോ നിങ്ങളിവിടെ spindlefinance.xyz എന്നുള്ള സൈറ്റിലേക്ക് കയറുക. സൈറ്റിലേക്ക് കയറുമ്പോഴത്തേക്കും നിങ്ങൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസിൽ വരും. അപ്പോൾ ഇവിടെ നിങ്ങൾ നിങ്ങളുടെ വാലറ്റ് കണക്ട് ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ കണക്ട് വാലറ്റ് കൊടുത്ത് വാലറ്റ് കണക്ട് ചെയ്യുക. ദെൻ ഇവിടെ മുകളിലായിട്ട് മിൻറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാം. മിൻറ്റ് എടുക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഇവിടെ USDCയും അതേപോലെ തന്നെ WBTCയും മിൻറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കാണും. അപ്പോൾ ആദ്യം ടെസ്റ്റ്നെറ്റ് USDC മിൻറ്റ് ചെയ്യുക. ദെൻ ടെസ്റ്റ്നെറ്റ് WBTC മിൻറ്റ് ചെയ്യുക. ഓക്കെ. അപ്പോൾ ഇത് രണ്ടും മിൻറ്റ് ചെയ്തതിന് ശേഷം മുകളിൽ ലെൻഡ് എന്നുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ലെൻഡ് എടുക്കുക. ലെൻഡ് എടുക്കുമ്പോഴത്തേക്കും ഇവിടെ നിങ്ങൾക്ക് താഴേക്ക് വരുമ്പോഴത്തേക്കും എല്ലാ അസറ്റ്സും കാണാനായിട്ട് സാധിക്കും. USDC, WBTC, PUSD അതേപോലെ ROW BTC. അപ്പോൾ ഓരോന്നായിട്ട് എടുത്ത് നമുക്ക് ലെൻഡ് ചെയ്യാം. അപ്പോൾ ആദ്യം USDC എടുക്കുക. ദെൻ ഇവിടെ നിങ്ങൾക്കുള്ള ബാലൻസിനനുസരിച്ചിട്ട് നിങ്ങളൊരു എമൗണ്ട് ഇവിടെ കൊടുക്കുക. അപ്പോൾ എനിക്കിവിടെ 20 ഉള്ളതുകൊണ്ട് ഞാനിവിടെ ഒരു 1.5 കൊടുക്കുകയാണ്. ദെൻ അപ്രൂവ് കൊടുക്കുക. അപ്രൂവ് കൊടുക്കുമ്പോഴത്തേക്കും ഒരു കൺഫർമേഷൻ വരും. ആ ഒരു കൺഫർമേഷൻ കൊടുത്തതിന് ശേഷം ലെൻഡ് ചെയ്യുക. ഓക്കെ. അപ്പോൾ ലെൻഡ് ചെയ്തതിന് ശേഷം നമ്മൾ ബാക്ക് പോയിട്ട് എന്ത് ചെയ്യണം? അടുത്ത WBTC ലെൻഡ് ചെയ്യണം. അതേപോലെ എമൗണ്ട് ഉള്ളതിനനുസരിച്ച് നിങ്ങൾ കൊടുക്കുക. അപ്പോൾ ഞാൻ WBTC 0.002 ആയതുകൊണ്ട് ഒരു 0.0001 ആണ് കൊടുക്കുന്നത്. ദെൻ ലെൻഡ് ചെയ്യുന്നു. അപ്പോൾ അടുത്തതെന്ന് പറയുന്നത് PUSD ആണ്. PUSDയും അതേപോലെ തന്നെ ലെൻഡ് ചെയ്യുകയാണ്. PUSD 200 ഉള്ളതുകൊണ്ട് ഞാനൊരു 10 കൊടുത്തിട്ട് ലെൻഡ് ചെയ്യാണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ROW BTC ആണ്. ROW BTC എടുക്കുമ്പോഴത്തേക്ക് അവിടെ ബാലൻസ് ഒന്നും കാണിക്കുന്നില്ല. ബിക്കോസ് ROW BTCയുടെ ഒരു ടാസ്ക് നമ്മൾ നെക്സ്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് അടുത്ത സ്റ്റെപ്പിൽ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നേരെ ബോറോയിലേക്ക് പോവാം. മുകളിൽ ബോറോ എന്നുള്ള ഓപ്ഷനുണ്ട് ലെൻഡിന് തൊട്ടടുത്തായിട്ട്. അപ്പോൾ ബോറോ എടുക്കുക. സെയിം ഇതേപോലെ തന്നെ USDCയിലും WBTCയിലും PUSDയിലും ROW BTCയിലും നിങ്ങൾ ബോറോ ചെയ്യുക. എല്ലാം ഓപ്പൺ ചെയ്തിട്ട് അതിലുള്ള എമൗണ്ട് വെച്ചിട്ട് നിങ്ങളുടെ ഇഷ്ടമുള്ള എമൗണ്ട് കൊടുത്തുകൊണ്ട് നിങ്ങൾ ബോറോ ചെയ്യേണ്ടതാണ്. ഓക്കെ. അപ്പോൾ ഞാൻ 1-2 മാത്രം ഇവിടെ കാണിച്ചു തരാം. ബാക്കി നിങ്ങൾ തനിയെ ചെയ്യുക. ഓക്കെ. അപ്പോൾ നമ്മളങ്ങനെ ബോറോയും ലെൻഡും ചെയ്ത് കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് BTC സ്റ്റേക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. 4th സ്റ്റെപ്പ്. അപ്പോൾ ഇവിടെ നിങ്ങൾ roverstaking.com എന്നുള്ളൊരു സൈറ്റ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ആ ഒരു സൈറ്റ് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്കും ഇങ്ങനെയായിരിക്കും വരിക. അപ്പോൾ ഇവിടെ നിങ്ങൾ നിങ്ങളുടെ വാലറ്റ് കണക്ട് ചെയ്യണം. കണക്ട് ചെയ്തതിന് ശേഷം സ്റ്റേക്ക് നൗ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. സ്റ്റേക്ക് നൗ കൊടുക്കുമ്പോഴത്തേക്കും ഇങ്ങനെ വരും. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് BTCക്ക് ഒരു എമൗണ്ട് കൊടുക്കുക. ദെൻ സ്റ്റേക്ക് ചെയ്യുക. ഓക്കെ. വാലറ്റ് കൺഫർമേഷൻ വരും. സ്റ്റേക്ക് ചെയ്യുക. അപ്പോൾ ഇതേപോലെ തന്നെ അടുത്ത 2 സ്റ്റെപ്പ് നിങ്ങൾ ചെയ്യേണ്ടതാണ്. അതിനകത്ത് എങ്ങനെയാണെന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. അത് നോക്കി വായിച്ച് ശ്രദ്ധിച്ച് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ ടെലിഗ്രാം ചാനൽ നിങ്ങൾക്ക് ഡിസ്കഷൻ ഗ്രൂപ്പ് വഴി ചോദിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ വീഡിയോയുടെ ലെങ്ത് കൂടുന്നതുകൊണ്ടാണ് ഞാൻ ഫുള്ള് ചെയ്ത് കാണിക്കാത്തത്. എങ്കിൽ പോലും നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമ്മുടെ ടെലിഗ്രാം ചാനൽ ഡിസ്കഷൻ ഗ്രൂപ്പ് വഴി നിങ്ങൾക്ക് ചോദിക്കാവുന്നതേ ഉള്ളൂ. അപ്പം അത്രയുള്ള നമ്മളത്തെ വീഡിയോ എന്ന് പറയുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത നല്ല വീഡിയോ. Bye guys.